അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുറച്ച് അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് ആമസോൺ. സത്യം പറഞ്ഞാൽ കുറെ ഏറെ ഉണ്ട്, നിങ്ങൾക്ക് ബോറടിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും നമുക്ക് നോക്കാം എന്തൊക്കെയാന്ന്. ഓക്കെ, ഈ ആമസോണിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക എന്നുള്ളത് എൻ്റെ വലിയ ഒരു വിനോദമാണ്. എന്താണെന്നറിയത്തില്ല, ഒരു കെട്ട് സാധനം കാണുമ്പോൾ നമ്മൾ കാട്ടിലിട്ട് വെക്കും. ആദ്യം തന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഈ ഒരു സാധനമാണ്. ബയോഡെർമയുടെ ഞാൻ എന്തിനു വാങ്ങിച്ചാണോ, ഫേസ് ക്ലെൻസിങ് ഫോം ആണ്. ക്ലെൻസിങ് ജെല്ല്, ഫോം ജെല്ല്, മുഖം ക്ലീൻ ആക്കാൻ ബയോഡെർമ. ഓക്കെ, പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ബയോഡെർമയുടെ തന്നെ മെസലിനിയ വാട്ടർ. ബയോഡെർമയുടെ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു, മുഖത്തെ മേക്കപ്പുകളെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോറിയലിൻ്റെ ഷാംപൂ വാങ്ങിച്ചേ. ലോറിയലിൻ്റെ ഷാംപൂ വാങ്ങിച്ചു. ലോറിയലിൻ്റെ തന്നെ, അയ്യോ കണ്ടീഷണർ അല്ലായിരുന്നോ, സോറി, ഒരു ഷാംപൂ ഒരു കണ്ടീഷണറിന് ഓർത്തത്, അതുകൊണ്ട് ആ കുഞ്ഞ് പറഞ്ഞത്. പക്ഷെ വന്നത് ഷാംപൂവാ. എന്ത് പറ്റി, എന്തെങ്കിലും പറ്റിട്ട്. അപ്പൊ അങ്ങനെ അത് വാങ്ങിച്ചു. അടുത്തത് ക്ലോസപ്പിന്റെ മൗത്ത് വാഷ്. ക്ലോസപ്പ് റെഡ് ഹോട്ട് ഒരു മൗത്ത് വാഷ്, അതൊരെണ്ണം വാങ്ങിച്ചേ. ഇത് പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല, ജസ്റ്റ് കാട്ടിലിട്ടതാന്ന് തോന്നുന്നേ. പിന്നെ വാങ്ങിച്ചത് മൗത്ത് വാഷ് വാങ്ങിച്ചല്ലോ, എന്നാ പിന്നെ പല്ല് തേക്കാൻ ബ്രഷും കൂടെ. ഇതൊക്കെ ജസ്റ്റ് കാട്ടിലിട്ടേക്കുന്ന കേട്ടോ. ഇത് കോൾഗേറ്റിന്റെ 3 ബ്രഷ്, 3 കളർ വ്യത്യാസമുണ്ട്. കൊച്ചിനുമേ ഈ ബ്രഷ് അല്ല, നമ്മൾ എല്ലാ 3 മാസം കൂടുമ്പോഴും ടൂത്ത് ബ്രഷുകൾ മാറണം എന്നാണ് സയൻസ് പറയുന്നത്, ടെക്നോളജിയാ. അപ്പൊ ബ്രഷ് വാങ്ങിച്ചു. ഇതൊക്കെ ജസ്റ്റിയുടെ സാധനങ്ങളാ, ജസ്റ്റ് വാങ്ങിച്ചത് അത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ലോറിയലിന്റെ ഒരു കാജാൾ, എൻ്റെ കണ്ണ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എറിച്ച് നിൽക്കണം കണ്ണൊക്കെ, ചുമ്മാ കണ്ടപ്പോൾ വാങ്ങിച്ചതേ ഉള്ളൂ കേട്ടോ. സത്യം ഞാൻ എൻ്റെ കാലിൽ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്, എന്നാലും ഭ്രാന്താണ്. അടുത്തത് വാങ്ങിച്ചത്, സത്യം ഞാൻ കെട്ട് കണക്കിന് സാധനം വന്നു. നമുക്ക് ജസ്റ്റ് വരുന്നതിന് മുമ്പ് ഇതെല്ലാം പൊട്ടിക്കണം, അതല്ല ഇത് കാണുമ്പോൾ ജസ്റ്റ് നെഞ്ചിന് വേന വരും. അതുപോലെ സാധനം ഞാൻ വാങ്ങിച്ചു കൂട്ടി. തലയ്ക്ക് ഭ്രാന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. പിന്നെ ആ കുരുത്തങ്കട്ട ചെറുക്കന് പറ്റും. പിന്നെ ഇത് കാണിക്കണോ, ഇത് കോട്ടക്സിന്റെ പാൻറ്റി ലൈനർ ഉള്ള പെൺകുട്ടികൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു കോട്ടക്സിന്റെ പാൻറ്റി ലൈനർ ഞാൻ കാട്ടിലിട്ടായിരുന്നു. പിന്നെ ഫേസ് ക്ലീൻ ചെയ്യുന്ന കോട്ടൺ. പിന്നെ ഈ ഒരു സാധനം, ഇതെന്നാന്നറിയോ, ഇത് ബയോഡെർമയുടെ തന്നെയാണ്. ബയോഡെർമക്കാർ എന്ത് നല്ല പാക്കിങ്ങിലാ സാധനം വന്നേക്കുന്നത്. ഈ സാധനം ഞെക്കി പൊട്ടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ? ആഹാ, എന്താ സുഖമല്ലേ. പൊട്ടിച്ച് മതി. ഇത് അവസാനം കാണിക്കാം. അപ്പോൾ ഞാൻ മടുത്തു, ദേഷ്യം വരുന്നേക്ക്. പിന്നുള്ളത് സെറ്റാഫിലിന്റെ ഒരു ഫേസ് വാഷ്. അത് ഫേസ് വാഷ് അല്ലേ, അയ്യോ അതും ക്ലെൻസർ കേട്ടോ. ഫേസ് വാഷ് ക്ലെൻസർ ഒക്കെ ഏകദേശം. വാവ്, ഇത് സെറ്റാഫിലിന്റെ ഒരെണ്ണം വാങ്ങിച്ചു. ദൈവമേ, ഫേസ് വാഷ്, ക്ലെൻസർ, ബയോഡെർമ. സത്യം ഇതൊക്കെ എന്തിനു ഞാൻ വാങ്ങിച്ചു? ഞാൻ ശരിക്കും പറഞ്ഞ ഇതൊന്നും വാങ്ങിക്കുന്നില്ല, ഞാനിതെല്ലാം കാട്ടിലിട്ടേക്കും. ജസ്റ്റ് എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഓർഡർ ചെയ്യും, ഇനി പോരും ഓസിൽ. പിന്നെ ഒന്നുകൂടെ വാങ്ങിച്ചേ, ഗാർണിയറിന്റെ ഒരു മിസ്ലറി വാട്ടർ ഒന്നുകൂടെ വാങ്ങിച്ചു. ഗാർണിയർ സത്യം പറഞ്ഞ 2 എണ്ണം അത് തന്നെ വാങ്ങിച്ചു. കുട്ടി മാമ, ഞാൻ ഞെട്ടി മാമ. ഗാർണിയറും വാങ്ങിച്ചു, ഇതും വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ചത്, പിന്നെ കാണിക്കാവേ, പിന്നെ വാങ്ങിച്ചത് ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചു. സൺസ്ക്രീൻ ഇപ്പൊ ചൂടൊക്കെ കുറഞ്ഞില്ലേ. ഇതൊക്കെ ശരിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അങ്ങ് കാട്ടിലിട്ട് വെക്കുന്നത്. ഇതൊക്കെ തീരുന്നതിന് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഒരു കളക്ഷൻ ഞാൻ ദിവസം കാണിക്കാം. എനിക്കും വരും, കടിയക്കറച്ച് നിങ്ങൾക്കും വരും. ഇത് ലാറ ചപ്പാസിയുടെ ആണ് ഒരു എന്താ പറയുന്ന സൺസ്ക്രീൻ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഈ ഒരു സ്ഥിരം സാധനം കേട്ടോ, കിടിക്കാച്ച സാധനം. ഇത് വേണം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ചു.
പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, ഇത് ഞാൻ കാശ് കൊടുത്ത് തന്നെ വാങ്ങിച്ചതാണ്. നല്ല സൂപ്പർ സാധനം. ഇതുണ്ടോ, അടിപൊളി സാധനം, ഫ്രാൻസിന്റെ സാധനം കേട്ടോ. കിടുക്കാച്ച് സൺസ്ക്രീനാ. അതൊരെണ്ണം വാങ്ങിച്ചു. ആ കൂട്ടത്തിൽ ഞാൻ വേറൊരു സൺസ്ക്രീനും കൂടെ വാങ്ങിച്ചേ. സത്യം പറഞ്ഞ എന്തിനു വാങ്ങിച്ചു, ഞാൻ ഇതുവരെ വാങ്ങിക്കാത്തൊരു സാധനം കേട്ടോ. ഈ ഒരു സാധനം ഇത് എവിടുന്ന് വാങ്ങിക്കും കർത്താവ്, ഇത് ഏത് ഭാഷ? ബ്യൂട്ടി ഓഫ് ജോസിന എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ആണ്. അവരുടെ നഖം പോലല്ലോ സൺസ്ക്രീൻ പൊട്ടിച്ചിട്ട്. അവരുടെ ഒരു സൺസ്ക്രീനും കൂടെ വാങ്ങിച്ചേ. വേണ്ട, അധികം ഒന്നും ഇല്ല, ഇച്ചിരി ഉള്ളൂ. പക്ഷെ കണ്ടപ്പോ ഇച്ചിരി തേച്ച് നോക്കാം. കണ്ടപ്പോ ഒരു തൊര വാങ്ങിക്കാൻ. എനിക്ക് എന്താന്നത്തില്ല, എല്ലാം കാണുമ്പോൾ ഇടാൻ തോന്നും. അങ്ങനെ അതൊരെണ്ണം വാങ്ങിച്ചു. അപ്പൊ 2 സൺസ്ക്രീൻ വാങ്ങിച്ചു നമ്മളല്ലേ. 2 സൺസ്ക്രീൻ. പിന്നെ വാങ്ങിച്ചത് 2 സെറ്റാഫിൽ. ഇത് ജേഡുവിന് ഭയങ്കര അലർജിയാണ്. ജേഡുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ആ ക്രീം ഒക്കെ ജേഡുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ബയോഡെർമയുടെ. ജേഡുവിന് സാധാരണ ക്രീം ഒന്നും പറ്റത്തില്ല, സെറ്റാഫിലൊക്കെ പറ്റുള്ളൂ. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, സോറി. അപ്പോൾ സെറ്റാഫിലിന്റെ ക്രീം 2 അഡീഷണൽ വാങ്ങിച്ചു. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് സെറ്റാഫിൽ വാങ്ങിച്ചേ. എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ലെന്നേ, വല്ലാത്തൊരു വൃത്തികെട്ട സാധനം. നാട്ടിലെ സെറ്റാഫില് ഭയങ്കര ടൈറ്റായിട്ട് എന്തോ വേറെ ബാ. പിന്നെ ഒരു ഡിയോഡറന്റ് വാങ്ങിച്ചു. ഭയങ്കര ഡോവിന്റെ ഒരെണ്ണം. പിന്നെ വാങ്ങിച്ചതാണ് അടുത്തത്, പിന്നെയും ലാറോ ചെപ്പോസയുടെ ഇതെന്നാന്നറിയോ, ഇത് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ചുമ്മാ കണ്ടപ്പോ ഓരോ പ്രോഡക്റ്റ് കാണുമ്പോൾ നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് കാണുമല്ലോ, അങ്ങനെ വാങ്ങിച്ചു കേട്ടോ. നല്ല കിടക്കാച്ചി ഒരു സാധനം. ഇത് അവരുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ആണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാൻ വേറൊരു സാധനം വാങ്ങിച്ചേ. അല്ല, നമ്മൾ മുമ്പേ ഒരു സാധനം പൊട്ടിക്കാൻ പറ്റില്ല അതല്ലേ. അതിപ്പോ എന്നെ കാണാനാ. അയ്യോ, ഞാൻ എങ്ങനെ ഓർക്കുമെന്ന് എനിക്കറിയാം മേഡം. ഇത് എന്നെ കൊണ്ട് മേലെ പൊട്ടിക്കാൻ കാരണമുണ്ടല്ലോ. ഇങ്ങനെ മറ്റേ സിസ്റ്ററൊക്കെ എടുക്കാൻ പോണെന്നേ. ഒരു ക്രീമാണ്, ഇതുപോലെ തന്നെ ഇതിനേക്കാളും മുഴുത്താണ് കേട്ടോ. ഇതിന്റെ വലിയ വലിപ്പമുണ്ട് കേട്ടോ. ബയോഡെർമയുടെ കൊച്ചിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു. പൊട്ടി അതിന്റെ മർമ്മണിയെ പിടിച്ചാൽ പൊട്ടിയാൻ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ബയോഡെർമ. ഇത് ഫ്രാൻസിന്റെ സാധനം കേട്ടോ. ഇത് ഫ്രാൻസിന്റെ മോയ്സ്ചറൈസിങ് ക്രീം അല്ല, അത് തന്നെ ഹൈഡ്രേറ്റിംഗ് ക്രീം കൊച്ചിന് വേണ്ടിയിട്ട്. മോയ്സ്ചറൈസിങ് ലോഷൻ. ഇത് ജേഡുക്കുട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ്. ജേഡുക്കുട്ടനാണ് ഇവിടെ അത് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മണവും ഗുണവും ഒന്നുമില്ല, വികാരങ്ങളൊന്നുമില്ല. ഇഷ്ടമുണ്ടോ നിനക്ക്? പൊട്ടിക്ക് നിങ്ങൾ നോക്കി. നല്ല ഞൊട്ട. നാട്ടിലേക്ക് ഇത്രയും ഞൊട്ട ഇല്ല കേട്ടോ. എന്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം പൊട്ടിക്കാൻ. നമുക്ക് ആരെങ്കിലും ഞെക്കി പൊട്ടിക്കണോ എന്നമ്മ പൊട്ടിക്കാൻ മതി. പ്രഷർ റിലീഫാ. ഇത് നിങ്ങളെ ഇതിന്റെ പൊട്ടിക്കുന്ന വീഡിയോ ഞാൻ വേറെ ഇടാം. ആശയദാരിദ്ര്യം. പിന്നെ വേറൊരു സാധനം, ഇത് ഞാൻ ആമസോണിൽ നിന്നൊന്നും വാങ്ങിച്ചതല്ല കേട്ടോ. പക്ഷെ എനിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ആഗ്രഹം, അങ്ങനെ വാങ്ങിച്ചൊരു സാധനമാണ്. ഞാൻ ഓൺലൈനിലും ഇത് അവരുടെ ഓൺലൈൻ ഡെലിവറി എനിക്ക് വന്നതാണ്. ഇത് ഞാൻ അവരുടെ ഷോപ്പിൽ പോയി വാങ്ങിച്ചൊരു സാധനം, ആശിച്ച് മോഹിച്ചു. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നപ്പം കണ്ടോ നിങ്ങൾ ഇത് എന്താന്ന്? ഇത് നമ്മുടെ ഹോം സെന്ററിൽ നിന്ന് വന്നൊരു സാധനമാണ്. ഇത് അവരുടെ ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ബില്ലൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഇതൊരു ചെടിച്ചട്ടിയാണ്. ഇതുണ്ടോ, അതിനകത്ത് നമുക്ക് മണ്ണൊക്കെ ഇട്ട് ചെടി നടുന്നൊരു ചെടിച്ചട്ടിയാണ്. ഞാനിത് 2 എണ്ണം വാങ്ങിച്ചു. അടിപൊളി ഈ ഒരു സാധനം. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾ കിട്ടിമമ്മ, നിങ്ങൾ ഇതിന്റെ ഫീച്ചേഴ്സ് കണ്ടാൽ ഞെട്ടും. ഇതിനൊരു എക്സ്ട്രാ ഫിറ്റിങ്സും കൂടെ ഉണ്ട്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. കണ്ടോ,
കണ്ണാടിയൊക്കെ ഉണ്ട്, കണ്ണാടി. ഇത് കണ്ടോ, ഹോം സെന്ററിന്റെ ആണ്. ഇവിടെ സെയിൽ നടപ്പുണ്ട്, പോയി ചോദിച്ചാൽ മതി. ഇത് കഴിഞ്ഞ പ്രാവശ്യം പ്രൊമോഷന് വന്നപ്പോൾ ഈ സാധനം തീർന്നുപോയി, എനിക്ക് കിട്ടിയില്ല. ഞാൻ പിന്നെ എന്റെ വില കണ്ടപ്പോൾ ഇച്ചിരി കൂടുതലാണല്ലോ, വാങ്ങിക്കണമെന്നൊക്കെ ഒരു കുറ്റബോധത്തിൽ വെച്ചിരുന്നതാ. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഞാൻ അങ്ങനെ ഓൺലൈനിൽ അവിടുത്തെ ഷോപ്പിലില്ലായിരുന്നു കേട്ടോ, തീർന്നു. ഞാൻ പിന്നെ അവരുടെ വെയർ ഹൗസിൽ നോക്കിയപ്പോൾ അവരുടെ ഓൺലൈൻ വെയർ ഹൗസിലുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വരുത്തിച്ചതാണ് ഈ ചെടിച്ചട്ടി. നോക്കി, നല്ല രസമില്ലേ? ഹൗ ക്യൂട്ട് ഇറ്റ് ഈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ 2 എണ്ണം വാങ്ങിച്ചു. ഒരെണ്ണം ഇത് വാങ്ങിച്ചു, ഒന്നുകൂടെ വാങ്ങിച്ചു. ഇതിനകത്ത് ഒന്നുകൂടെ ഉണ്ടേ. അങ്ങനെ 2 ചെടിച്ചട്ടി. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഈ ഒരു സാധനം കേട്ടോ. ഇതിനകത്ത് ചെടി നടാതെ എനിക്ക് ഒരു സമാധാനം ഇല്ലെന്നുള്ള. നല്ല ഭംഗിയുണ്ടല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ഒന്നും ചെയ്യണ്ട, സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ എന്നെ പ്ലീസ്. നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹമില്ലേ? ഇൻസ്റ്റയിൽ കാണുന്നവരോടാ ഞാൻ പറയുന്നത്. ഇതിപ്പോ നിങ്ങൾ ഇൻസ്റ്റയിൽ കണ്ട, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും കാണുന്നവരെ എന്റെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, എന്നെ പരിപോഷിപ്പിക്കൂ, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചു കൂട്ടത്. ദൈവമേ, ജസ്റ്റ് വരുന്നതിന് മുമ്പ് ഇതെല്ലാം വാരിക്കൂട്ടി കത്തിക്കേണ്ടി വരും. അല്ല, ജസ്റ്റ് എന്നെ ഓടിക്കും. ജസ്റ്റ് ഓടിക്കുമല്ല, ജസ്റ്റിക്ക് ഇതൊന്നും പ്രശ്നമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഞാൻ കാട്ടിലിടുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഓർഡർ ചെയ്യുന്നത്, ബാക്കിയൊക്കെ കുറെ ജസ്റ്റിയുടെ കുറെ ജേഡുവിന്റെ, ബാക്കിയൊക്കെ എന്റെ. ഇങ്ങനെയുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം. അപ്പൊ ശരി, എന്നാ പോയച്ചും വരാം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചു കൂട്ടിയത്. ഓൺലൈനിൽ പ്രത്യേകിച്ച് പ്രൊമോഷൻസ് ഒന്നുമില്ല, പക്ഷെ കാണുമ്പോൾ നമ്മൾ വാങ്ങിക്കുക. ചഞ്ചേ കണ്ടോ, എന്തോരം ഉണ്ടല്ലേ. ഇത് കാണുമ്പോൾ എനിക്ക് പേടിയാണ്. എനിക്ക് ഷോപ്പിംഗ് ഒരു ഭ്രാന്താണ് കേട്ടോ, സത്യം. നിങ്ങൾക്ക് ഈ ചെടിച്ചട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ കേട്ടോ. ഇഷ്ടപ്പെട്ടു, നല്ല. നമ്മൾ ഈ ചെടി നടന്നവർക്ക് ഒത്തിരി സെറാമിക്